Good morning and welcome to the class of mechanics. Today we are discussing about surface of a rotating liquid. A bucket of water spins with angular speed omega. What shape does the water's surface assume? പിക്ചറിൽ കാണുന്നത് പോലെ ഒരു ബക്കറ്റ് ഉണ്ട്, ബക്കറ്റിൽ കുറച്ച് വെള്ളമുണ്ട്. ബക്കറ്റിനെ നമ്മൾ ഒമേഗ ആംഗുലർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ബക്കറ്റ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ what is the shape of the water inside the bucket? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വാട്ടർ ലിക്വിഡ് ആയതുകൊണ്ട് ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഷേപ്പ് ഇല്ല. ഏത് കണ്ടെയ്നറിലാണോ വാട്ടർ ഉള്ളത് ആ കണ്ടെയ്നറിന്റെ ഷേപ്പ് ആയിരിക്കും വാട്ടറിന് ഉള്ളത്. എങ്കിൽ ഈ വാട്ടറിലുള്ള ബക്കറ്റിനെ നമ്മൾ ആംഗുലാർ വെലോസിറ്റി ആയ ഒമേഗയോടുകൂടി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഷേപ്പിലായിരിക്കും വാട്ടർ ഉണ്ടാവുക? ഇതാണ് ഇപ്പോഴത്തെ പ്രോബ്ലം. In a coordinate system rotating with the bucket, the problem is purely static. ഒരു ഒബ്സർവർ ഈ ബക്കറ്റിലാണ് ഉള്ളതെങ്കിൽ ആ ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം ബക്കറ്റിൻ്റെ ഉള്ളിലുള്ള വാട്ടറിൻ്റെ ഷേപ്പിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. അതേസമയം ഒരു ഇനീഷ്യൽ ഫ്രെയിമിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ എന്തായിരിക്കും ആ വ്യത്യാസം? അതാണ് ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. Consider the force on a small volume of water of mass m at the surface of the liquid. അപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ തന്നെ മനസ്സിലാകും, ഈ ബക്കറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ എഡ്ജുകളിൽ അല്ലെങ്കിൽ ബക്കറ്റിന്റെ സർഫസിലുള്ള വാട്ടർ റേസ് ചെയ്തേക്കുന്നതായിട്ടും അതേസമയം സെന്ററിലുള്ള വാട്ടർ താഴേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ റൈസ് ചെയ്യുകയും ഡിപ്പ് ചെയ്യുകയും ചെയ്യുന്ന സർഫസിൽ ഡിപ്പ് ചെയ്യുകയും ചെയ്യുന്ന വെള്ളം ഇതിൻ്റെ ആംഗുലാർ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ഈ വെലോസിറ്റി ആദ്യം 0 ആയിരിക്കും, അല്ല ആംഗുലാർ വെലോസിറ്റി 0 ആയിരിക്കും. അതിനെ നമ്മൾ കൂട്ടുമ്പോൾ ചെറുതായിട്ട് റൈസ് ചെയ്യുള്ളൂ ഈ വാട്ടർ. ആംഗുലാർ സ്പീഡ് കൂട്ടുന്നതിനനുസരിച്ച് റൈസ് ചെയ്യുന്ന വാട്ടറിൻ്റെ അളവും അല്ലെങ്കിൽ ഹൈറ്റും ഡിപ്പ് ചെയ്യുന്ന ഹൈറ്റും തമ്മിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്പീഡ് കൂടുകയാണെങ്കിൽ ഡിപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. So consider a force on a small volume of water of mass m at the surface of the liquid. അപ്പോൾ ഇതാണ് ഈ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഭാഗം ഞാൻ താഴെ റെപ്രസെന്റ് ചെയ്യുന്നത്. അവിടെയുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള വാട്ടറിലുള്ള മാസ് ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള മാസ് m ആണെന്ന് കൺസിഡർ ചെയ്യുക. So what are the different force acting on that position? What will be that? For an equilibrium position, the total force on m must be 0. So these are the different force. One is F0, another one is W, and another one is fictitious. So there is a contact force F0 that is in this direction. Weight is always to the down direction, and the last one is fictitious force, which is radially outward. ഇത് ഫിറ്റീഷ്യസ് ഫോഴ്സ് റേഡിയലി ഔട്ട്വേർഡ് ആണ് എന്ന് നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഇക്വേഷനിൽ ഒരു മൈനസ് സൈൻ ഉണ്ടായിരുന്നു. ആ മൈനസ് സൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് ടുവേഴ്സ് ദി ഔട്ട്വേർഡ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പോയിന്റിലുള്ള ഫോഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഈ F0 എന്ന് പറയുന്ന കോണ്ടാക്ട് ഫോഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അതിന് നമുക്ക് റിസോൾവ് ചെയ്യാം. അറ്റ് ആൻ എനി ആംഗിൾ ആണ്. സോ വി ക്യാൻ റിസോൾവ് അലോങ് എക്സ് ആക്സിസ് ആൻഡ് y-axis. Phi is the angle between the normal and force. Along the y direction, f0 cos phi minus w is equal to 0. ഇപ്പോൾ താഴെ ഈ എക്സ് വൈ ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഇത് തീറ്റ ഉള്ളത് കൊണ്ട് f0 cos phi component and this is mg. In case of x axis, towards the left side, that is f0 sin phi. So this is in minus direction, so minus f0 sin phi plus f fictitious, where fictitious is equal to m omega square r. Rearrange and recalculate this equation, and we will finally find out phi is equal to tan inverse omega square r by g. How we will find out? From this equation, f0 cos phi is equal to w. Similarly, w is mg. f0 sin phi is equal to m omega square by m omega square r.
we can divide by this equation. F0 can be cancelled, m also cancelled. The final will be sin phi by cos phi is equal to omega square r by g, and tan phi is equal to omega square r by g. From that we can find out this phi equation. Similarly, liquids cannot exert a static force tangential to the surface. അപ്പോൾ അതായത് നമുക്ക് ഇതൊരു സർക്കുലർ നേരത്തെ കാണിച്ച സർക്കുലർ പാത്ത് ആണെന്ന് അനുമാനിക്കുക. ഇതാണ് ഇതിൻ്റെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റ്. അപ്പോൾ ഈ സർഫസ്, ഈ ലിക്വിഡ് ഒരു സർക്കുലർ ഡയറക്ഷനിൽ പോകുമ്പോൾ ടാൻജൻഷ്യൽ ആയിട്ട് ഒരു ഫോഴ്സ് സാധാരണഗതിയിൽ ഉണ്ടാവും. സോളിഡിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ടാൻജൻഷ്യൽ ഫോഴ്സ് ഉണ്ടാകുന്നതാണ്. അതേസമയം ലിക്വിഡിൻ്റെ കേസിൽ ലിക്വിഡിനൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു സൈസ്, ഒരു ഷേപ്പ് ഇല്ലാത്തത് കൊണ്ട് ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് കൊടുക്കാൻ വേണ്ടി അതിന് കഴിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഈ ഫോഴ്സ്, അതിന് കോണ്ടാക്ട് ഫോഴ്സ്, അത് നോർമൽ ടു ദി സർഫസ് ആയിരിക്കും. സിൻസ് ലിക്വിഡ് കനോട്ട് എക്സേർട്ട് എ സ്റ്റാറ്റിക് ഫോഴ്സ് ടാൻജൻഷ്യൽ ടു ദി സർഫസ്, ദി F0, അതായത് മാസ് ഓൺ m due to the neighboring liquid must be perpendicular to the surface. So the slope of the surface at any point is dz by dr, which is a tan phi, which is already found out, that is omega square r by g. By using integration, we can find z is equal to omega square g integral r dr. So z is equal to 1 by 2 omega square r square by g, which is the equation of a parabola. അതായത് ഈ സർഫസിലുള്ള ഇക്വേഷനെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ which is corresponds to the equation of a parabola. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർഫസ് എന്ന് പറയുന്നത് വാട്ടറിൻ്റെ സർഫസ് ആണ്. അതായത് ഈ വാട്ടറിൻ്റെ സർഫസ് പരാബോളയുടെ ഇക്വേഷനെ പോലെയാണെങ്കിൽ ഈ വാട്ടർ റിവോൾവ് ചെയ്യുന്നത് പരാബോളയുടെ ഷേപ്പ് പോലെയായിരിക്കും. അപ്പോൾ ഇതാണ് ദി ഷേപ്പ് ഓഫ് എ വാട്ടർ വൈൽ വാട്ടർ ഈസ് സർക്കുലേറ്റിംഗ് ഇൻ എ സർക്കുലാർ പാത്ത് ഇൻസൈഡ് എ ബക്കറ്റ്. ഇതാണ് കൊറോളിസ് ഫോഴ്സിൻ്റെ ഒന്നാമത്തെ എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി.